ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന കൊളപ്പുള്ളി ജംഗ്ഷനാണ്. കൊളപ്പുള്ളി ജംഗ്ഷനിൽ ഒരു 4 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ എന്ന്. സോ ഇതാണ് കൊളപ്പുള്ളി ജംഗ്ഷൻ. ഇതാണ് നമ്മൾ കാണാൻ നിൽക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ. കൊളപ്പുള്ളി ജംഗ്ഷൻ എന്ന് വെറും 4 കിലോമീറ്റർ മാറിയിട്ടാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, 4 കാർ ഇതിനകത്ത് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതല്ലാതെ ഒരു കാറും കൂടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 5 കാറോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ടോട്ടൽ 13 സെൻറ്റ് സ്ഥലം, 3250 സ്ക്വയർ ഫീറ്റ് വീട്, 4 ബെഡ്റൂമാണുള്ളത്, 4 അറ്റാച്ച്ഡ് ആണ്. അതല്ലാതെ കോമൺ ആയിട്ടൊരു വാഷ്റൂം കൂടി ഉണ്ട്. കണ്ടില്ലേ, 4 കാറും പാർക്ക് ചെയ്തിട്ടുണ്ട്. ആണ് ചുറ്റുവട്ടം കോമ്പൗണ്ട് വാൾ ഉണ്ട്. അത് കോമ്പൗണ്ട് വാളിൻ്റെ മേലെ കമ്പിവേലിയും ഒരു ഹൈറ്റിൽ 2-3 ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ഗാർഡനിങ്ങുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് പുല്ല് വെട്ടാനും കാര്യങ്ങളും, ഇവിടെ ആളുതാമസം അധികം ഇല്ല, ഒരു വീക്കെൻഡിൽ മാത്രം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കാട് പിടിച്ച് ചുറ്റുവട്ടവും കിടക്കുന്നുണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ നെറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. അത് ഇവിടെ ആളില്ലാത്തപ്പോൾ പക്ഷികൾ വന്നിട്ട് കേടുവരുത്താതിരിക്കാൻ വേണ്ടി ചെയ്താൽ കേട്ടോ. ഇപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ, വീട്ടിനുള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല ടാറ്റയുടെ സ്റ്റീലിൻ്റെ വലിയൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അന്ന് എൻട്രി ആയ നല്ലൊരു ലിവിങ് സ്പേസ് ഏരിയ, അതും ഡബിൾ ഹൈറ്റിൽ നമുക്ക് ഡൈനിങ് സ്പേസ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലേ, നല്ല സ്പേസ് ഉള്ള റൂമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് സ്പേസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഡൈനിങ് സ്പേസ് നോക്കുമ്പോൾ ഡൈനിങ് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. മേലെ പർഗോളയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യം ഈ ഭാഗത്ത് എവിടെയും വരുന്നില്ല. നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസ് നേരെ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് മനോഹരമായിട്ടുള്ള പ്ലേസിൽ ഊഞ്ഞാലാടാനായിട്ട് ഒരു ഊഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ നല്ല നെൽവയലുകളുടെ ഒരു നല്ലൊരു വ്യൂ, പച്ചപ്പിൻ്റെ ഒരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന നല്ലൊരു ഏരിയ കണ്ടല്ലേ. ഇപ്പം നമുക്ക് അവിടെ വണ്ടികൾ പോകുന്നത് കാണാം. കണ്ടല്ലേ, അത്ര അടുത്ത് തന്നെയാണ് റോഡ്. ഇപ്പം ഇത് ബസ് റൂട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീട് 400 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്താൽ സൂപ്പർവായിരിക്കും. ആണ് ബാക്ക് സൈഡ് വ്യൂ. എല്ലാ ബെഡ്റൂമും നമുക്ക് ഈ ഒരു വയലിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ. അവരവിടെ ഐഫു നല്ല അടിച്ചു പൊളിക്കാൻ തുടങ്ങി. ഇവിടെ ഓപ്പൺ വെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ആയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ ഉള്ളിലിട്ടിരിക്കുന്ന ആ റിങ് മണ്ണിൻ്റെ റിങ്ങാണ് കേട്ടോ. ചുറ്റും ജെല്ലിയൊക്കെ ഇട്ടിട്ട് വെള്ളം പ്യൂരിഫൈ ചെയ്ത് ഉള്ളിൽ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്യൂറായിട്ടുള്ള വെള്ളം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുടിക്കാനുള്ള രീതിയിൽ തന്നെ നമുക്ക് കിണറ്റിൽ നിന്ന് കിട്ടും. ബാക്ക് സൈഡിൽ നല്ല ഇതൊക്കെ ഒന്ന്, ഈ പുല്ലൊക്കെ ഒന്ന് വളർന്നിക്കുന്നതൊക്കെ ഒന്ന് നീറ്റായി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്താൽ സൂപ്പർവായിരിക്കും. നല്ല സ്പേസ് ഉള്ള റൂമുകളാണ്. ഇവിടെ തന്നെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ വെളിച്ചത്തിനൊരു കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 3 ഫേസ് ആണ് കേട്ടോ. കറണ്ടിൻ്റെ സോഴ്സ് വരുന്നത് 3 ഫേസ് ആയിട്ടാണ്. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ബാത്റൂമുമായിട്ട് ഒരു നല്ല വലുപ്പത്തിലുള്ളത്, എല്ലാ വാഷ്റൂമിനകത്തും ഗീസർ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ഹീറ്റർ. ഇപ്പം നമുക്ക് ഇതെടുക്കുമ്പോൾ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂമുകളിൽ കൊടുത്തിട്ടുള്ള 3 AC ഉണ്ട്, അതുപോലെ തന്നെ ഗീസറുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡായി കിട്ടും. ഇവിടെ നമുക്ക് നല്ലൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് വെളിയിലോട്ടുള്ള വ്യൂ ഇവിടെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ബെഡ്റൂമിനകത്തും ഇതുപോലെ ബേ വിൻഡോസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ് ഉള്ളതെല്ലാം. താഴത്തെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു, ഇതൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. അടുത്ത് കണ്ട് ഇതും അതേ വലുപ്പത്തിലുണ്ട്. പക്ഷെ ഇവിടെ 2 സെപ്പറേറ്റ് ആയിട്ട് ബെഡ് ഇട്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ആൾ താമസം വീക്കെൻഡിൽ മാത്രം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് അവരുടെ ജോലിയും കാര്യങ്ങളും വേറൊരു സ്ഥലത്ത് സെറ്റായതുകൊണ്ട് മാത്രമാണ് ഈ വീട് കൊടുക്കുന്നത്. വീടിന് വലിയ പഴക്കമില്ല, 4 വർഷം മാത്രം പഴക്കമേ ഉള്ളൂ. അവർക്ക് ആഗ്രഹിച്ച് കെട്ടിയ വീടാണ്. അല്ലേ, നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ നോക്കിയാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസിന് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു കിച്ചൺ, ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ചെറിയൊരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്
മെയിൻ ഡൈനിങ് ഏരിയയിലേക്ക് വരാതെ തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യുന്ന രീതിയിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കബോർഡുകളും കാര്യങ്ങളും ഫിക്സഡ് ആണ്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റം കുറച്ചാണ് അവർ കൊണ്ടുപോവുക. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ സ്റ്റൗവും ഫിക്സഡ് ആയിട്ടുള്ളതാണ്. ഇതും ഇവിടെ ഉണ്ടാവും. ഈ സ്പേസിനനുസരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ട് ടേബിൾ ടോപ്പ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ. അത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ടൈൽസ് ആണ് വാൾ ടൈൽസ് ആയിട്ടും ഫുൾ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഡൈനിങ് സ്പേസിലേക്ക് സെർവ് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വർക്കിംഗ് ഏരിയ സ്പേസ് വരുന്നുണ്ട്. പാത്രങ്ങളൊക്കെ വെയിൽ കൊണ്ട് ഉണങ്ങാം എന്ന് പറയാം. കാറ്റും വെയിലും കൊണ്ട് ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് വാഷ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ചെറിയ നെറ്റ് വെച്ച് ഫുള്ള് അടച്ചു വെച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഇഴജന്തുക്കളോ കാര്യങ്ങളോ കയറുന്ന രീതിയിലല്ല, എല്ലാം ഫുൾ പാക്ക്ഡ് ആണ് കേട്ടോ. അത് ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന് അടുത്തായിട്ട് ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം കണ്ടു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. സ്റ്റെയർ കേസ് ഈ ഭാഗത്തുനിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസും വുഡൻ്റെ പാനൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. മേലെ ഹൈറ്റിൽ നല്ലൊരു വിൻഡോ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റെയറിൻ്റെ ഏരിയയിലേക്ക് നല്ല വെളിച്ചം ആ രീതിയിൽ. അപ്പോൾ ലൈറ്റൊന്നും ഇടാതെ തന്നെ നമുക്ക് എപ്പോഴും റൂമിലും ഹാളിലും എവിടെയായാലും നല്ല വെളിച്ചം കിട്ടും. ഈ പർഗോളോട് മേലെ കൊടുത്തുകൊണ്ട് ഈ ഭാഗത്തെല്ലാം പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാ താഴത്തേക്കുള്ള വ്യൂ ആരെങ്കിലും താഴെ വരികയാണെങ്കിൽ തന്നെ മേലെ ബെഡ്റൂമിലുള്ളവർക്ക് നേരെ കാണാനും എല്ലാത്തിനും ഈ ഒരു സ്പേസ് സഹായിക്കും. നല്ല മേലെ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് നല്ല സ്പേസിൽ അതിന് താഴെ അവർക്ക് സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് കണ്ടില്ലേ, ആ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ. ഇതിലും കബോർഡ് ഫിറ്റിങ്സ് നമ്മൾ ആൾറെഡി ബേ വിൻഡോയുടെ താഴെയുണ്ട്. അതല്ലാതെ നമുക്കിത് ഈ ഒരു സ്പേസിലും നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ട്. ഇവിടെ എല്ലാം കബോർഡും കാര്യങ്ങളും ഫിക്സഡ് ആണ്. പിന്നെ എല്ലാ കർട്ടൺസും റോളിംഗ് കർട്ടൻസ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻബിൽഡായി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചുറ്റും കോമ്പൗണ്ട് വാള്, കിണർ എല്ലാം ഉള്ളത്. ഇതിലും ഗീസർ ഉണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കിയാലും ഇവിടെയും ഗീസർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു ഓപ്പൺ ബാൽക്കണിയാണ്. ഹാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഇവിടെ നമുക്ക് കാണാം. അതൊന്ന് വ്യൂ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ. കണ്ടല്ലേ, സൂപ്പർബായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെയൊക്കെ വന്ന് ഈവനിങ് ടൈമിലൊക്കെ രണ്ട് ചെയറൊക്കെ ഇട്ട് ഈസി ചെയറൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടേ ഒരു കട്ടനൊക്കെ അടിക്കാൻ നല്ല മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ്. ഞാൻ വളരെ പതുക്കെ ഓരോ സൈഡും കാണിച്ച് തന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പലരും പറഞ്ഞു ഫാസ്റ്റായി കൊണ്ടുപോയി കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ പലരും ദൂര സ്ഥലങ്ങളിലൊക്കെ എടുക്കുന്നവർക്ക്, കാണുന്നവർക്ക്, അവർക്ക് വീടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇത് കിഡ്സിൻ്റെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ നിന്നൊരു ബാൽക്കണി ബെഡ്റൂമിനോട് ചേർന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റും കാര്യമൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ. ഈ ഒരു വ്യൂവിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാ ഏരിയയും ഇത് കണക്ട് ചെയ്തത്. ഓരോ ബെഡ്റൂമിനും ആ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ ആ മലകളും പാടങ്ങളും എല്ലാം കാണുന്ന രീതിയിൽ. ബെഡ്റൂം എല്ലാം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചിലതിലൊക്കെ നമുക്ക് ഡ്രസ്സിങ് റൂം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ഡ്രസ്സിങ് റൂം കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, അതിനോട് ചേർന്നിവിടെ വാഷ്റൂം. എല്ലാ വാഷ്റൂമിനകത്തും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്ന് സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഹൈറ്റ് വ്യത്യാസങ്ങൾ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ ബെഡ്റൂമിനകത്തും ഗീസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇവിടെ നിന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇനി ഓപ്പൺ ടെറസിലേക്കാണ്. അതാണിപ്പോൾ ഫ്രണ്ടിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഓപ്പൺ ടെറസ് വരുന്നത്. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാലും നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ടാറ്റ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറുകൾ, വിൻഡോസ് എല്ലാം തന്നെ ടാറ്റ സ്റ്റീലിൻ്റെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 13 സെൻറ്റ് സ്ഥലം, 3250 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം ഉണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്, ഒരു കോമൺ വാഷ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ വെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ആയിട്ടുള്ളത്. 4 വർഷത്തിൻ്റെ അടുത്ത് പഴക്കം മാത്രമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ. ഇവിടെ ആൾക്കാർ താമസവും കുറവുണ്ട്. വീക്കെൻഡിലൊക്കെ എപ്പോഴെങ്കിലും വന്ന് താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ജോബ് സെറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അവർ തൃശ്ശൂരിൽ ജോബ് സെറ്റായതിൻ്റെ അടുത്ത് തന്നെ വേറെ പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത്, അല്ലാതെ വേറൊരു കാര്യമില്ല. ഇവിടെ നമുക്ക് കാണാം വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കിട്ടുന്നതിന് വേണ്ടി ടാങ്കുകൾ കുറച്ച് ഹൈറ്റിലും വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 1,15,00,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. ആൾറെഡി പറഞ്ഞ പോലെ AC-യും ഗീസറും കട്ടൺസും കിച്ചൺ സ്റ്റവും അങ്ങനെ ഇതിൽ ആൾറെഡി ക്യാമറ വയറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം ചേർത്തിട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മളത് വിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.